നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. ദുഃഖവെള്ളി ദിനത്തിൽ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്ന വിശദാംശങ്ങളിലേക്ക്. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണങ്ങാടൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, സെന്റ് ഫ്രാൻസിസ് സ്കൂൾ അധികാരി ഫാദർ അഗസ്റ്റിൻ SFO എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് ദൈവാലയത്തിൽ പുത്തൻപാന പാരായണവും നടന്നു. വൈകിട്ട് 4-ന് വിലാപയാത്രയും ചാവക്കാട് നഗരത്തിലേക്ക് നഗരി കാണിക്കലുമുണ്ടായി. ശേഷം ഡോക്ടർ സിസ്റ്റർ നോയൽ CMC പീഡാനുഭവ സന്ദേശം നൽകി. വൈകിട്ട് 7-ന് KCYM പാലയൂർ ഒരുക്കുന്ന ആർത്തപ്പാൻ എന്ന പീഡാനുഭവ ഹ്രസ്വനാടകവും നടന്നു. ഇടവക ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ചാക്കോ പുലിക്കോട്ടിൽ, ഹൈസൺ PA, സേവ്യർ വാഗയിൽ, വിശുദ്ധവാര കമ്മിറ്റി അംഗങ്ങളായ ലോറൻസ് PL, ജോബ് CT, ബീന ജോയ്, പാലയൂർ മഹാസ്ലേഹ മീഡിയ സെൽ അംഗങ്ങളായ ആൽബിൻ തോമസ്, ആൻറ്റോം ഷാജുമോൻ എന്നിവർ നേതൃത്വം നൽകി. അരിമത്യാനാട്ടിൽ ധാർമ്മികനായി വാണ യൗസേപ്പെന്നോതും മാനവനേകൻ മശിഹാതൻ ഗാത്രം പ്രാപിപ്പാൻ ചെന്നു പീലാത്തോസോടായി അർത്ഥിച്ചേവം വിധിനാഥ നൽക ഭാഗ്യമഹാനീതിയ രക്ഷകഗാത്രത്തെ സംസ്കാരം ചെയ്യട്ടെ ഞാൻ. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പുലർച്ചെ 5-ന് രാത്രി നമസ്കാരം, രാവിലെ 8:30-ന് പ്രഭാത നമസ്കാരം, തുടർന്ന് ദുഃഖവെള്ളി ശുശ്രൂഷകൾ എന്നിവ ഉണ്ടായി. വൈകിട്ട് 4:30-ക്ക് വിശ്വാസികൾക്ക് വർഷം തോറും നൽകി വരാറുള്ള കടുമാങ്ങ അച്ചാർ നേർച്ച വിതരണവും നടന്നു. വൈകിട്ട് 6-ന് സന്ധ്യാനമസ്കാരവും രാത്രി 8-ന് സൂത്താറ നമസ്കാരവും നടന്നു. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്രമീകരണങ്ങൾക്ക് വികാരി, സഹവികാരി, ട്രസ്റ്റി ഷാജു PV, സെക്രട്ടറി ബിനു CK എന്നിവർ നേതൃത്വം നൽകി. പള്ളിയുടെ
കുന്നംകുളം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ ശുശ്രൂഷകൾക്ക് ഫാദർ ജിസ് ജോൺസൺ പ്രധാന കർമ്മികനായി. കൈക്കാരൻ ഷെറിൻ പോൾ, സെക്രട്ടറി ലിജോ ടി തോലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണേങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് റവറൻ ഫാദർ ഡേവിസ് കണ്ണമ്പുഴ, സെന്റ് ഫ്രാൻസിസ് സ്കൂൾ അധികാരി ഫാദർ അഗസ്റ്റിൻ SFO എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് ദേവാലയത്തിൽ പുത്തൻപാന പാരായണവും നടന്നു. വൈകിട്ട് 4 മണിക്ക് വിലാപയാത്രയും ചാവക്കാട് നഗരത്തിലേക്ക് നഗരി കാണിക്കലും ഉണ്ടാകും. നഗരി കാണിക്കലിന് ശേഷം റവറൻ ഡോക്ടർ സിസ്റ്റർ നോയൽ CMC പീഡാനുഭവ സന്ദേശം നൽകും. വൈകിട്ട് 7 മണിക്ക് KCYM പാലയൂർ ഒരുക്കുന്ന ആർത്തപ്പാൻ എന്ന പീഡാനുഭവ റസ്സുനാടകവും അരങ്ങേറും. ഇടവക ട്രസ്റ്റുമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ചാക്കോ പുലിക്കോട്ടിൽ, ഹൈസൺ PA, സേവിയർ വാഗയിൽ, വിശുദ്ധവാര കമ്മിറ്റി അംഗങ്ങളായ ലോറൻസ് PL, ജോബ് CT, ബീന ജോയ്, പാലയൂർ മഹാസ്ലിഹ മീഡിയ സെൽ അംഗങ്ങളായ ആൽബിൻ തോമസ്, ആൻടോം, ഷാജുമോൻ എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയത്തിൽ പീഡാനുഭവ ശുശ്രൂഷകൾ നടന്നു. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ദേവാലയത്തിൽ വികാരി ഫാദർ ഷിജോ മപ്രാണത്തുകാരന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പീഡാനുഭവ ചരിത്രാവതരണവും രൂപം ചായ്ക്കൽ ശുശ്രൂഷയും തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. വൈകിട്ട് 5 മണിക്ക് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച പരിഹാര പ്രദക്ഷിണം ഇടവകയുടെ വിവിധ അതിർത്തികൾ ചുറ്റി ദേവാലയത്തിൽ സമാപിച്ചു. കുരിശിന്റെ വഴിയുടെ പ്രാർത്ഥനയും ഈശോയുടെ തിരുശരീരത്തിന്റെ നഗരി കാണിക്കൽ നിശ്ചല ദൃശ്യവും പരിഹാര പ്രദക്ഷിണം ഭക്തിസാന്ദ്രമാക്കി. പരിഹാര പ്രദക്ഷിണത്തിനു ശേഷം ഫാദർ ബെന്നി പീങ്ങിപ്പറമ്പിൽ പീഡാനുഭവ സന്ദേശം നൽകി. പരിഹാര പ്രദക്ഷിണ വഴികളിലെ 14 സ്ഥലങ്ങളിലും KCYM അംഗങ്ങൾ കുരിശുകൾ നാട്ടി. CLC അംഗങ്ങൾ പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നവർക്ക് ദാഹജലം നൽകി. പീഡാനുഭവ സന്ദേശത്തിനു ശേഷം KCYM സംഘടനയുടെ നേതൃത്വത്തിൽ പാരിഷ് ഹാളിൽ നേർച്ചക്കന്നിയും കടുമാങ്ങയും വിതരണം ചെയ്തു. ദുഃഖവെള്ളിയിലെ വിവിധ പരിപാടികൾക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ പീറ്റർ ചെമ്മണ്ണൂർ, റാഫി പുലിക്കോട്ടിൽ, വർഗീസ് വാഴപ്പള്ളി, സിസ്റ്റർ മിലി എന്നിവർ നേതൃത്വം നൽകി. ചിന്തവെന്തു കണ്ണിൽ നിന്നു ചിന്തി വീഴും കണ്ണുനീരാ എന്തു ചൊല്ലാവതു ദുഃഖം പറഞ്ഞാലൊക്ക അന്തമറ്റ സർവനാഥൻ തൻ തിരുകൽ പനയോർത്തു ചിന്തയൊട്ടം ഉറപ്പിച്ചു തുടങ്ങി ദുഃഖം. എൻ മകനേ നിർമ്മലനേ നന്മയെങ്ങും നിറഞ്ഞോനേ ജന്മദോഷത്തിൻ്റെ ഭാരം ഒഴിച്ചോ പുത്ര പണ്ടു മുന്നോർ കടം കൊണ്ടു കൂട്ടിയതു വീട്ടു
ചെയ്തിതോ പുത്ര. നന്നു നന്നു നരരക്ഷ നന്ദിയത്രേ ചെയ്തതു നീ. ഇന്നിവ ഞാൻ കാണുമാറു വിധിച്ചോ പുത്ര. മുന്നമേ ഞാൻ മരിച്ചിട്ടു പിന്നെ നീ ചെയ്തിവയെങ്കിൽ വന്നിതയ്യോ മുന്നമേ നീ മരിച്ചോ പുത്ര. വാർത്ത മുമ്പേ അറിയിച്ചു യാത്ര നീ എന്നോടു ചൊല്ലി. ഗാത്രദത്തം മാനുഷർക്ക് കൊടുത്തോ പുത്ര. മാനുഷർക്കു നിൻ പിതാവു മനോഗുണം നൽകുവാനായി മനോസാധ്യമപേക്ഷിച്ചു കേണിതോ പുത്ര. ചിന്തയുറ്റം അപേക്ഷിച്ചു ചിന്തവന്ത സംഭ്രമത്താൽ ചിന്തിച്ചോര വിയർത്തു നീ കുളിച്ചോ പുത്ര. വിണ്ണിലോട്ടു നോക്കി നിന്റെ കണ്ണിലും നീ ചോര ചിന്തി മണ്ണു കൂടെ ചോരയാലേ നനച്ചോ പുത്ര. ഭൂമി ദോഷാൽ വലഞ്ഞേറെ സ്വാമി നിന്റെ ചോരയാലേ ഭൂമി തന്റെ ശാപവും നീ ഒഴിച്ചോ പുത്ര. ഇങ്ങനെ നീ മാനുഷർക്കു മംഗളം വരുത്തുവാനായി തിങ്ങിന സന്താപമോടു
ശ്രമിച്ചോ പുത്ര വേല നീങ്ങനെ ചെയ്തു കൂലി സമ്മാനിപ്പതിനായി കാലമേ പാപികൾ നിന്നെ വളഞ്ഞു പുത്ര ഒത്ത പോലെ ഒറ്റിക്കള്ളൻ മുത്തി നിന്നെ കാട്ടിയപ്പോ ഉത്തമനാം നിന്നെ നീചർ പിടിച്ചോ പുത്ര എത്ര നാളായി നീയവനെ വളർത്തിപ്പാലിച്ചു നീചൻ ശത്രുകൈയിൽ വിറ്റു നിന്നെ കൊടുത്തോ പുത്ര നീചരിത്ര കാശിനാശ അറിഞ്ഞെങ്കിൽ ഇരന്നിട്ടും കാശു നൽകായിരുന്നയ്യോ ചതിച്ചോ പുത്ര ചോരനെ പോലെ പിടിച്ചു ക്രൂരമോടെ കരം കെട്ടി ധീരതയോടവർ നിന്നെ അടിച്ചോ പുത്ര പിന്നെ ഹന്ന തന്റെ മുൻപിൽ വെച്ചു നിന്റെ കവിളിന്മേൽ മുന്നിലേക്കു നീജപാപി അടിച്ചോ പുത്ര പിന്നെ ന്യായം വിധിപ്പാനായി ചെന്നു കൈ പാടി മുൻപിൽ നിന്ന ചെയ്തു നിന്നെ നീചൻ വിധിച്ചോ പുത്ര സർവരെയും വിധിക്കുന്ന സർവസൃഷ്ടി സ്ഥിതിനാഥ സർവനീചൻ അവൻ നിന്നെ വിധിച്ചോ
പിന്നെ ഹേരോദേസു പക്കൽ നിന്നെയവർ കൊണ്ടു ചെന്നു നിന്ദ ചെയ്തു പരിഹസി ജയച്ചോ പുത്ര പിന്നെ അധികാരി പക്കൽ നിന്നെയവർ കൊണ്ടു ചെന്നു നിന്നെ ആക്ഷേപിച്ചു കുറ്റം പറഞ്ഞു പുത്ര. എങ്കിലും നീയൊരുത്തർക്കും സങ്കടം ചെയ്തില്ല നൂനം നിങ്ങളിത്ര വൈരമീവർക്കെന്തിരു പുത്ര പ്രാണനുള്ളോ നിന്നു ചിത്തേ സ്മരിക്കാതെ അഞ്ഞൂർ കത്തോലിക്ക പള്ളിയിൽ വികാരി ഫാദർ ഷോൺസൺ ആകാമറ്റത്തിൽ, ഫാദർ ബിജു എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിച്ചു. കൈക്കാരന്മാരായ ബൈജു വാഴപ്പള്ളി, ജീൻജോ, ജോജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 4 മണിക്ക് നഗരം ചുറ്റിയുള്ള പരിഹാര പ്രദക്ഷിണവും നടന്നു. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ രാവിലെ യേശുവിന്റെ പീഡാനുഭവത്തെ സ്മരിച്ചുകൊണ്ടുള്ള തിരുകർമ്മങ്ങളും ദിവ്യകാരുണ്യ പ്രദക്ഷിണവുമുണ്ടായി. ക്രൂശിതരൂപം വണങ്ങൽ ചടങ്ങും നടത്തി. ഫാദർ ഡെന്നിസ് മാറോക്കി കാർമ്മികനായി. വൈകിട്ട് പള്ളിയിൽ നിന്ന് യേശുവിന്റെ മൃതശരീര രൂപം വഹിച്ചും മരക്കുരിശുകളേന്തിക്കൊണ്ടുമുള്ള വിലാപയാത്ര പ്രദക്ഷിണം നടത്തി. വികാരിയുടെ നേതൃത്വത്തിൽ ട്രസ്റ്റിമാരായ KT സൈമൺ, PJ ഡേവിഡ്, VJ ബെന്നി, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ KJ ഗിജോ എന്നിവരും കുടുംബ യൂണിറ്റ് പ്രസിഡന്റുമാരും സംഘടനാ ഭാരവാഹികളും നേതൃത്വം നൽകി. മാതൃവേദിയുടെ നേതൃത്വത്തിൽ ഭക്തിഗാനത്തോടുകൂടിയാണ് നഗരകാണിക്കൽ ചടങ്ങ് ആരംഭിച്ചത്. ഇടവക അതിർത്തി മണികണ്ഠേശ്വരത്തെത്തി തിരിച്ച് പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് പീഡാനുഭവ സന്ദേശവുമുണ്ടായിരുന്നു. ശനിയാഴ്ച ദുഃഖശനി തിരുകർമ്മങ്ങളും രാത്രി 11-ന് ഉയിർപ്പിന്റെ തിരുകർമ്മങ്ങളും ആരംഭിക്കും. ചെയ്തു പുരുഷന്റെ തോളിലേറ്റ കുന്നംകുളം ചിറളയം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പള്ളിയിൽ ശുശ്രൂഷകൾക്ക് ജോൺ ഉറുമ്പിൽ കോർ എപ്പിസ്കോപ്പ, പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എന്റെ മകനെ നീ എവിടേക്ക് പോകും? എന്റെ വാത്സല്യവാനേ നീ എവിടേക്ക്? ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു? അയ്യോ, ഈ വിദ്വേഷികളുടെ കൈകളിൽ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചതും എന്തിന്? എന്റെ പുത്ര, എനിക്ക് കഷ്ടം. എന്റെ വാത്സല്യവാനേ, എനിക്ക് കഷ്ടം. ഇന്ന് നിനക്കായി എന്ത് സംഭവിച്ചു? ഞങ്ങൾക്ക് വേണ്ടിയുള്ളതായ നിന്റെ കഷ്ടാനുഭവം, ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴാഴ്മയും വാഴ്ത്തപ്പെട്ടതാകുന്നു.
ആറ്റത്ര ഇടവക ദേവാലയത്തിൽ രാവിലെ 6 മണിക്ക് പരിശുദ്ധ കുർബാനയുടെ ആരാധനയോടെ ആരംഭിച്ചു. തുടർന്ന് പീഠാനുഭവ വായനകൾ, പ്രാർത്ഥനകൾ, തിരുസ്ലീവ വന്ദനം, ദിവ്യകാരുണ്യ പ്രദക്ഷിണം. വൈകിട്ട് കോട്ടപ്പുറം കപ്പേളയിൽ നിന്ന് പരിഹാര പ്രദക്ഷിണം വടക്കാഞ്ചേരി റോഡിലെ സെന്റ് ജോർജ് കപ്പേളയിലെത്തി ദേവാലയത്തിൽ തിരിച്ചെത്തി സമാപിച്ചു. തുടർന്ന് പീഠാനുഭവ സന്ദേശം ഉൾക്കൊള്ളുന്ന നാടകം നായിനിലെ ഇവാൻ അരങ്ങേറി. പരിഹാര പ്രദക്ഷിണത്തിന് വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി, ദുഃഖവെളിയിലെ മറ്റു പരിപാടികൾക്ക് സിസ്റ്റർ ലിറ്റി ജോസഫ് CSS, സിസ്റ്റർ ഷാരോൺ CSS, പ്രധാന ട്രസ്റ്റിയായ വിനു P. സൈമൺ, മറ്റു ട്രസ്റ്റിമാർ, യുവജന കൂട്ടായ്മകൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ലോകത്തിൻ വിടകൾ ചുമന്നിടുന്നു, നീങ്ങുന്നു ദിവ്യനാഥൻ, നിന്ധനം നിറയും നീരത്തിലൂടെ. ജനമേ ചൊൽക, ഞാനെന്തു ചെയ്തു പുരുഷന്റെ തുളുമ്പുന്ന നാട്ടിൽ ഞാൻ നിങ്ങളെ ആശയുടാനയിച്ചു. എന്റെ ഇതം നിങ്ങൾ എല്ലാം മറന്നെന്റെ ആത്മാവിനാദങ്കമേറ്റി. ലോകത്തിൽ വിനകൾ ചുമന്നിടുന്നു, നീങ്ങുന്നു ദിവ്യനാഥൻ, നിന്ദനം നിറയും തീരത്തിലൂടെ. ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്യും. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ രാവിലെ 9 മണിക്ക് യാമ പ്രാർത്ഥനകൾ ആരംഭിച്ചു. ഉച്ചയ്ക്ക് 1:30 സ്കിപ്പൂസ ശുശ്രൂഷയും തുടർന്ന് കബറടക്ക ശുശ്രൂഷയും നടത്തി. ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് സഭാ മേലധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക സെക്രട്ടറി ബാബു CV, ട്രഷറർ റെജി കുണ്ടുകുളങ്ങര, ഇടവക കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് കഞ്ഞിയും മാങ്ങാക്കറിയും വിളമ്പി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ പ്രത്യേക ശുശ്രൂഷകൾ രാവിലെ 8:30 ആരംഭിച്ചു. വൈകിട്ട് 3 മണിയോടെ കബറടക്കത്തോടെ സമാപിച്ചു. സഹവികാരി ഫാദർ സജയ് ജോസ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ പീഡാനുഭവ വായന, ക്രൂശിതരൂപം ചുംബിക്കൽ, നഗരി കാണിക്കലും നടന്നു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ തോമസ് ചൂണ്ടൽ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് ഡീക്കൻ ഏക്ടൺ പെല്ലിശ്ശേരി, കൈക്കാരന്മാരായ ടാബു ചെറുവത്തൂർ, ഡിലൻ മുരിങ്ങത്തേരി, റപ്പായി താണിക്കൽ എന്നിവർ നേതൃത്വം നൽകി.
ഈശോമിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്നു. അവിടത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടി അടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. രണ്ടാം സ്ഥലം ഈശോമിശിഹയെ കുറിച്ച് ചുമക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. കണ്ടുവരും അവയുടെ ഫലം അനുഭവിച്ച് ഇപ്പോൾ ഇവിടെ ഓശാന പാടിയതിൻ്റെവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസമൊക്കെ പറയുവാനോ അവിടെ ആരുമില്ല. കല്ലിന്മേൽ തട്ടി മുറിഞ്ഞു മാർന്നൊഴുകി മാനവരില്ല മാനവരില്ല താങ്ങി തുണച്ചിടുവാൻ അനുരാഗമൂടുന്ന ഒരു കണ്ണുനീർ തൂകി അണയും. പാറേമ്പാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ പോൾ അറക്കൽ കാർമ്മികത്വം വഹിച്ചു. രാവിലെ 7-ന് തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. വൈകിട്ട് 5-ന് പള്ളിയിൽ നിന്നും ആരംഭിച്ച പരിഹാര പ്രദക്ഷിണം പോർക്കുളം കുരിശുപള്ളി വരെ പോയി തിരിച്ച് പള്ളിയിലെത്തി സമാപിച്ചു. CLCയുടെ നേതൃത്വത്തിൽ ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ ആസ്പദമാക്കി നിരവധി ടാബ്ലോകളും പരിഹാര പ്രദക്ഷിണത്തിലുണ്ടായിരുന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്ത പ്രദക്ഷിണത്തിന് പള്ളി കൈക്കാരന്മാരായ പോൾ മണ്ടുംപാൽ, ഷാജു മേഞ്ചേരി, സജി മഞ്ഞളി തുടങ്ങിയവർ നേതൃത്വം നൽകി.
മരത്തങ്കോട് മേരിമാതാ ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഫാദർ ആൻസൺ പാണങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു. വൈകിട്ട് 5:30 പള്ളിയിൽ നിന്ന് ആരംഭിച്ച പരിഹാര പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ അനുസ്മരിക്കുന്ന ടാബ്ലോയും ഉണ്ടായിരുന്നു. പള്ളിയിൽ നിന്ന് ആരംഭിച്ച് അങ്ങാടി ചുറ്റി പള്ളിയിൽ തന്നെ സമാപിച്ചു. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കിൽ, കമ്മിറ്റി അംഗങ്ങളായ ജെയിംസ് വടക്കൻ, MJ സിജോ, രഞ്ജി മണ്ടുമ്പാൽ, പ്രീത വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി പെരുന്തുരുത്തി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ശുശ്രൂഷകൾക്ക് ഫാദർ പീറ്റർ കാക്കശ്ശേരി കാർമ്മികത്വം വഹിച്ചു. പ്രാർത്ഥനകൾ, പ്രദക്ഷിണം, കബറടക്ക ശുശ്രൂഷ എന്നിവയുണ്ടായി. കൈസ്ഥാനി ഗീവർ കെ സൈമൺ, സെക്രട്ടറി CB റിൻസ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയത്തിൽ രാവിലെ 7 മണിക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പീഡാനുഭവ ചരിത്രാവതരണവും രൂപം ചായ്ക്കൽ ശുശ്രൂഷയും തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. വൈകിട്ട് 5 മണിക്ക് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച പരിഹാര പ്രദക്ഷിണം ഇടവകയുടെ വിവിധ അതിർത്തികൾ ചുറ്റി ദേവാലയത്തിൽ തന്നെ സമാപിച്ചു. കുരിശിന്റെ വഴിയുടെ പ്രാർത്ഥനയും ഈശോയുടെ തിരുശരീരത്തിന്റെ നഗരി കാണിക്കുന്ന നിശ്ചല ദൃശ്യവും പരിഹാര പ്രദക്ഷിണം ഭക്തിസാന്ദ്രമാക്കി. പ്രദക്ഷിണത്തിനു ശേഷം ഫാദർ ബെന്നി പെങ്ങിപ്പറമ്പിൽ പീഡാനുഭവ സന്ദേശം നൽകി. പരിഹാര പ്രദക്ഷിണ വഴികളിലെ 14 സ്ഥലങ്ങളിലും KCYM അംഗങ്ങൾ കുരിശുകൾ നാട്ടി. CLC അംഗങ്ങൾ പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കെടുത്തവർക്ക് ദാഹജലം നൽകി. പീഡാനുഭവ സന്ദേശത്തിനു ശേഷം KCYM സംഘടനയുടെ നേതൃത്വത്തിൽ പാരിഷ് ഹാളിൽ ഏവർക്കും നേർച്ചക്കനിയും കടുമാങ്ങയും വിതരണം ചെയ്തു. പരിപാടികൾക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ പീറ്റർ ചെമ്മണ്ണൂർ, റാഫി പുലിക്കോട്ടിൽ, വർഗീസ് വാഴപ്പള്ളി, സിസ്റ്റർ മിലി എന്നിവർ നേതൃത്വം നൽകി.
ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ പീഡാനുഭവ വായന, ക്രൂശിതരൂപം ചുംബിക്കൽ, കൈപ്പുനീര് കുടിക്കൽ തുടങ്ങിയ തിരുകർമ്മങ്ങൾ നടന്നു. വൈകിട്ട് ഇടവക വിശ്വാസികൾ പങ്കെടുത്ത കുരിശിന്റെ വഴിയും തുടർന്ന് പീഡാനുഭവ സന്ദേശവുമുണ്ടായി. വികാരി ഫാദർ ജെയിംസ് വടുക്കൂട്ട്, സഹവികാരി ഫാദർ ആൽവിൻ അക്കരപ്പറ്റേക്കൽ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കൈക്കാരന്മാരായ ടോണി മാനത്തിൽ, CK സെബി, ND ജോൺസൺ എന്നിവർ ദുഃഖവെള്ളി ആചരണത്തിന് നേതൃത്വം നൽകി. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്ക് ഫാദർ ആൻഡോ കാഞ്ഞിരത്തിങ്കൽ കാർമ്മികനായി. വൈകിട്ട് ഇടവക വിശ്വാസികൾ പങ്കെടുത്ത കുരിശിന്റെ വഴിയും തുടർന്ന് പീഡാനുഭവ സന്ദേശവും നടന്നു. കൈക്കാരന്മാർ, കുടുംബകൂട്ടായ്മ കേന്ദ്രസമിതി ഭാരവാഹികൾ, യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ദുഃഖവെള്ളി ആചരണത്തിന് നേതൃത്വം നൽകി. പരിശുദ്ധനായ ശിവനും അന്ന് പ്രവചിച്ചു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യും. ഈ ലോകത്തിലെ നിസ്സാരങ്ങളായ സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം പേരുകളിട്ടാ പേരുകള് എളവള്ളി സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ രാവിലെ പീഡാനുഭവ വായന, ക്രൂശിതരൂപം ചുംബിക്കൽ, കൈപ്പുനീര് കുടിക്കൽ തുടങ്ങിയ തിരുകർമ്മങ്ങൾ നടന്നു. വൈകിട്ട് ഇടവക വിശ്വാസികൾ പങ്കെടുത്ത കുരിശിന്റെ വഴിയും തുടർന്ന് പീഡാനുഭവ സന്ദേശവുമുണ്ടായി. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ രാവിലെ ക്രിസ്തുവിന്റെ പീഡാനുഭവ ചരിത്രവായനയും പ്രത്യേക ശുശ്രൂഷകളും നടന്നു. വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യകാർമ്മികനായി. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ പീഡാനുഭവത്തിന്റെ സന്ദേശം നൽകി. ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ സഹകാർമ്മികനായി.
വൈകിട്ട് 5-ന് കുരിശിന്റെ വഴിയുടെ അനുസ്മരണവുമായി പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും നടന്നു. കൈക്കാരന്മാരായ MV ഷാൻഡോ, TS ജെയ്സൺ, MK ജോൺസൺ, TO ഷൈജു എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് ഉണ്ണിമിശിഹ പള്ളിയിൽ രാവിലെ പീഡാനുഭവ ചരിത്രവായനയും പ്രത്യേക ശുശ്രൂഷയും നടന്നു. വികാരി ഫാദർ സന്തോഷ് അന്തിക്കാട് കാർമ്മികനായി. ഫാദർ എബിൻ ഒരത്തേൽ CST പീഡാനുഭവ സന്ദേശം നൽകി. വൈകിട്ട് പാറപ്പുറം സെന്ററിൽ നിന്ന് പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും നടന്നു. കൈക്കാരന്മാരായ ലോവിസ് അന്തിക്കാട്, ബിൻഡോ ചൊവ്വലൂർ, സിബി മാറോക്കി എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ പീഡാനുഭവ വായന, ക്രൂശിതരൂപം ചുംബിക്കൽ, നഗരി കാണിക്കൽ, വ്യാകുല പ്രസംഗം, വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് ആശീർവാദം എന്നിവ നടന്നു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഡൈസൺ മുണ്ടോപുറം മുഖ്യകാർമ്മികനായി. ക്രമീകരണങ്ങൾക്ക് കൈക്കാരന്മാരായ KG ബാബു, പേൾജുബി ചുങ്കത്ത്, CN ഇമ്മാനുവേൽ, ജനറൽ കൺവീനർ VC ജോസി, ജോയിന്റ് കൺവീനർ ലില്ലി ആന്റണി, കമ്മിറ്റി അംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടിമങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ രാവിലെ പീഡാനുഭവ വായനയും തിരുകർമ്മങ്ങളും നടന്നു. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. വൈകിട്ടു നടന്ന പരിഹാര പ്രദക്ഷിണം ദേവാലയത്തിൽ നിന്നും കോട്ടപ്പുറം ചേങ്ങാട് ഭാഗത്തേക്ക് നടന്നു. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പീഡാനുഭവത്തിന്റെ നിശ്ചല ദൃശ്യങ്ങളും ഒരുക്കിയിരുന്നു. വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, കൈക്കാരൻ വർഗീസ് നിലങ്കാവിൽ, ഫ്രാൻസിസ് ചൊവ്വലൂർ, ഔസേപ്പ് മണ്ടുമ്പാൽ എന്നിവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായി. പീഡാനുഭവ വായന, ക്രൂശിതരൂപം ചുംബിക്കൽ, KCYM സംഘടനയുടെ നേതൃത്വത്തിലൊരുക്കിയ കൈപ്പുനീര് രുചിക്കൽ എന്നീ തിരുകർമ്മങ്ങൾ നടന്നു. വൈകിട്ടു നടന്ന നഗരി കാണിക്കൽ ഭക്തി നിർഭരമായി. 100 കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ പങ്കെടുത്തു. കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, ജോൺസൺ C തോമസ് എന്നിവർ നേതൃത്വം നൽകി. അമ്മ കന്യാമണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ഉൾക്കണി കൊള്ളുവാൻ ബുദ്ധിയും പോരാ. എൻ മനോവാക്യങ്ങളാൽ
വാക്കിൻ വശം പോൽ പറഞ്ഞാലോ കയുമില്ല അമ്മ കന്നേ തുണയെങ്കിൽ പറയാമൽപ്പം സർവമനുഷ്യർക്കു വന്ന സർവദോഷോ സർവനാഥൻ മിശിഹായും മരിച്ച ശേഷം സർവനന്മ കടലോന്റെ സർവപങ്ക പാടു കണ്ടു സർവദുഃഖം നിറഞ്ഞമ്മ പുത്രനേ കുന്തമമ്പ് വെടിച്ചെങ്കിൽ കൊണ്ടപോലെ മനം വാടി തൻ തിരുക്കാൽ കരങ്ങളും തളർന്നു ചിന്തവെന്തു കണ്ണിൽ നിന്നു ചിന്തി വീഴും കണ്ണുനീരാ എന്തു ചൊല്ലാവതു ദുഃഖം പറഞ്ഞാലൊക്ക അന്തമറ്റ സർവനാഥൻ തൻ തിരുകൽ പനയോർത്തു ചിന്തയൊട്ടം തുടങ്ങി ദുഃഖം എൻ മകനേ നിർമ്മലനേ നന്മയെങ്ങും നിറഞ്ഞോനേ ജന്മദോഷത്തിൻ്റെ ഭാരം ഒഴിച്ചോ പുത്ര പണ്ടു മുന്നോ ആദിയിലോട്
പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ജോൺ ഐസക് മുഖ്യകാർമ്മികനായി. സഹവികാരി ഫാദർ ആന്റണി പൗലോസ് സഹകാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് കൈസ്ഥാനി സന്തോഷ് CJ, സെക്രട്ടറി സിൻഡോ കേശിമോൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. അവനെ പീലാത്തോസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. ഇവൻ ഞങ്ങളുടെ ജനങ്ങളെ വന്ദിക്കുകയും കൈസറിനെ തലവരി കൊടുക്കേണ്ടിയെന്ന് വിലക്കുകയും മശുക രാജാവാണെന്ന് സ്വയം എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ്സ് ഇടവക ദേവാലയത്തിൽ രാവിലെ പീഡാനുഭവ ചരിത്രവായനയും പരിഹാര ശുശ്രൂഷയും നടന്നു. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ലിയോ പുത്തൂർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും നടന്നു. പീഡാനുഭവ ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ അന്തിക്കാട് ഫ്രാൻസിസ് വിൻസൺ, ചിറയത്ത് സണ്ണി ആൻസൺ, ആളൂർ ഔസേപ്പ് ലേവി തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഗീതങ്ങളാകുന്നുവല്ലോ എന്റെ മനത്തിൽ താങ്ങി. ആകെ വേണ്ടത് 3 ആണികളാണ്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ രാവിലെ പ്രഭാത നമസ്കാരത്തോടുകൂടി ശുശ്രൂഷകൾക്ക് തുടക്കമായി. 3-ാം മണി നമസ്കാരത്തിനു ശേഷം ഗോകുൽത്ത മലയിലേക്ക് യേശുക്രിസ്തു കുരിശും വഹിച്ചു പോകുന്നതിനെ അനുസ്മരിച്ച് പള്ളിക്കു ചുറ്റും വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ സ്ലീബ വഹിച്ച് പ്രദക്ഷിണം നടത്തി. തുടർന്ന് 6-ാം മണി 9-ാം മണി നമസ്കാരങ്ങൾക്കു ശേഷം ദുഃഖവെള്ളി അനുസ്മരിച്ച് വികാരി വചന സന്ദേശം നൽകി. പഴമ വായന, ശ്ലീഹ വായന, ഏവൻഗേലിയൻ വായനയ്ക്കു ശേഷം സ്ലീബാവന്ദനവിന്റെ ശുശ്രൂഷ തുടങ്ങി. യേശുവിനെ അടക്കം ചെയ്യുന്നതിനനുസ്മരിച്ച് പള്ളിക്കു ചുറ്റും 2ാമത്തെ പ്രദക്ഷിണം, സ്ലീബ ആഘോഷം, അവധുമാലയും നടത്തി. തുടർന്ന് കബറടക്കവും വിശ്വാസപ്രമാണത്തോടുകൂടി ശുശ്രൂഷകൾ സമാപിച്ചു. കൈപ്പുനീര് കുടിക്കലുമുണ്ടായി. കടുമാങ്ങയും കഞ്ഞിനേർച്ചയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ 10-ന് മരിച്ചുപോയവർക്കു വേണ്ടി കുർബാനയും 8-ന് ഉയർപ്പ് ശുശ്രൂഷയും നടക്കും. പരിപാടികൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി.
അമ്മ കന്യാമണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ഉൾക്കണി ചിന്തിച്ചുകൊള്ളുവാൻ ബുദ്ധിയും എൻ മനോവാക്കിൻ വശം പോൽ പറഞ്ഞാലോ കയുമില്ല അമ്മ കന്നേ തുണയെങ്കിൽ പറയാമൽപ്പം സർവമനുഷ്യർക്കു വന്ന സർവദോഷോ സർവനാഥൻ മിശിഹായും മരിച്ച ശേഷം സർവനന്മ കടലോന്റെ സർവപങ്ക പാടു കണ്ടു സർവദുഃഖം നിറഞ്ഞമ്മ പുത്രനെ കുന്തമമ്പ് വെടിച്ചെങ്കിൽ കൊണ്ടപോലെ മനം വാടി തൻ തിരുക്കാൽ കരങ്ങളും തളർന്നു ചിന്തവെന്തു കണ്ണിൽ നിന്നു ചിന്തി വീഴും കണ്ണുനീരാ എന്തു ചൊല്ലാവതു ദുഃഖം
പറഞ്ഞാലൊക്ക അന്തമറ്റ സർവനാഥൻ തൻ തിരുകൽ പനയോർത്തു ചിന്തയൊട്ടം ഉറപ്പിച്ചു തുടങ്ങി ദുഃഖം. എൻ മകനേ നിർമ്മലനേ നന്മയെങ്ങും നിറഞ്ഞോനേ ജന്മദോഷത്തിൻ്റെ ഭാരം ഒഴിച്ചോ പുത്ര പണ്ടു മുന്നോർ കടം കൊണ്ടു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ ചടങ്ങുകൾ രാവിലെ 6-ന് ആരംഭിച്ചു. പീഡാനുഭവ ചരിത്രം, ദിവ്യബലി, ദിവ്യകാരുണ്യാരാധന, കുരിശുചായ്ക്കൽ എന്നീ ചടങ്ങുകൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 1 മണി മുതൽ പുത്തൻപാന പാരായണ മത്സരം, 3 മണിക്ക് കരുണകൊന്ത, തുടർന്ന് കുരിശിന്റെ വഴി. തമ്പുരാൻപടി മമ്മിയൂർ പുന്നത്തൂർ റോഡ് വഴി പള്ളിയിലേക്ക് നടന്ന പരിഹാര പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ ബിജു പനംകുളം സമാപന സന്ദേശം നൽകി. ദുഃഖശനി രാവിലെ ദിവ്യബലിക്കു ശേഷം പൊതുജലം ആശീർവദിച്ചു നൽകും. ചടങ്ങുകൾക്ക് ട്രസ്റ്റിമാരായ പോളി കെ പി, സെബി താണിക്കൽ, ബാബു വി കെ, ഡേവിസ് സി കെ, കുടുംബ കൂട്ടായ്മ കൺവീനർ ബിജു മുട്ടത്ത്, PRO ജോബ്സി ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. മരിച്ച ശേഷം സർവനന്മ കടലോന്റെ സർവപങ്ക പാടു കണ്ടു സർവദുഃഖം നിറഞ്ഞമ്മ പുത്രനേ കുന്തമമ്പ് വെടിച്ചെങ്കിൽ കൊണ്ടപോലെ മനം വാടി തൻ തിരുക്കാൽ കരങ്ങളും തളർന്നു ചിന്തവെന്തു കണ്ണിൽ നിന്നു ചിന്തി വീഴും കണ്ണുനീരാ എന്തു ചൊല്ലാവതു ദുഃഖം പറഞ്ഞാലൊക്ക അന്തമറ്റ സർവനാഥൻ തൻ തിരുകൽ പനയോർത്തു ചിന്തയൊട്ടം ഉറപ്പിച്ചു തുടങ്ങി ദുഃഖം.
എൻ മകനേ നിർമ്മലനേ നന്മയെങ്ങും നിറഞ്ഞോനേ ജന്മദോഷത്തിൻ്റെ ഭാരം ഒഴിച്ചോ പുത്ര പണ്ടു മുന്നോർ കടം കൊണ്ടു കൂട്ടിയതു വീട്ടുവാനായി ആണ്ടവൻ നീ മകനായി പിറന്നു പുത്ര. ആദമാദി നരവർഗം ഭീതി കൂടാതെ പിഴച്ചു ഹേതുവദീനുത്തരം നീ ചെയ്തിതോ. പാറന്നൂർ സെന്റ് ജോസഫ് ദേവാലയത്തിൽ രാവിലെ പീഡാനുഭവ വായന, ക്രൂശിതരൂപം ചുംബിക്കൽ, കൈപ്പുന്നീര് കൊടുക്കൽ തുടങ്ങിയ തിരുകർമ്മങ്ങൾ നടന്നു. വൈകിട്ട് ഇടവക വിശ്വാസികൾ പങ്കെടുത്ത കുരിശിന്റെ വഴിയും തുടർന്ന് പീഡാനുഭവ സന്ദേശവുമുണ്ടായി. വികാരി ഫാദർ മനോജ് താണിക്കൽ, കൈക്കാരന്മാരായ വി ടി ബാബു, ജിൻഡോ തരകൻ എന്നിവർ നേതൃത്വം നൽകി. നന്നു നന്നു നരരക്ഷ നന്ദിയത്രേ ചെയ്തതു നീ ഇന്നിവ ഞാൻ കാണുമാറു വിധിച്ചോ പുത്ര. മുന്നമേ ഞാൻ മരിച്ചിട്ടു പിന്നെ നീ ചെയ്തിവയെങ്കിൽ വന്നിതയോ മുന്നമേ നീ മരിച്ചോ പുത്ര. വാർത്ത മുമ്പേ അറിയിച്ചു യാത്ര നീ എന്നോടു ചൊല്ലി ഗാത്രദത്തം മാനുഷർക്ക് കൊടുത്തോ പുത്ര. മാനുഷർക്കു നിൻ പിതാവു മനോഗുണം നൽകുവാനായി മനോസാധ്യമപേക്ഷിച്ചു കേണിതോ പുത്ര. ചിന്തയുക്തം അപേക്ഷിച്ചു. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിൽ രാവിലെ പീഡാനുഭവ വായന, ക്രൂശിതരൂപം ചുംബിക്കൽ, കൈപ്പുനീര് കുടിക്കൽ തുടങ്ങിയ തിരുകർമ്മങ്ങൾ നടന്നു. വൈകിട്ട് ഇടവക വിശ്വാസികൾ പങ്കെടുത്ത കുരിശിന്റെ വഴിയും തുടർന്ന് പീഡാനുഭവ സന്ദേശവുമുണ്ടായി. വികാരി ഫാദർ കനേഡിയൻ ഫ്രാൻസിസ് തണ്ടാശ്ശേരി, കൈക്കാരന്മാരായ പി ജെ പ്രിൻസൺ, ടി ഡി സിൽജോ,
TJ ഫ്രാങ്കോ എന്നിവർ ദുഃഖവെള്ളിയാചരണത്തിന് നേതൃത്വം നൽകി. വിണ്ണിലോട്ടു നോക്കി നിന്റെ കണ്ണിലും നീ ചോര ചിന്തി മണ്ണുകൂടെ ചോരയാലേ നനച്ചോ പുത്ര ഭൂമി ദോഷാൽ വലഞ്ഞേറെ സ്വാമി നിന്റെ ചോരയാലേ ഭൂമി തന്റെ ശാപവും നീ ഒഴിച്ചോ പുത്ര. ഇങ്ങനെ നീ മാനുഷർക്കു മംഗളം വരുത്തുവാനായി തിങ്ങിന സന്താപമോടു ശ്രമിച്ചോ പുത്ര. വേല നീങ്ങനെ ചെയ്തു കൂലി സമ്മാനിപ്പതിനായി കാലമേ പാപികൾ നിന്നെ വളഞ്ഞോ പുത്ര. ഒത്ത പോലെ ഒറ്റിക്കള്ളൻ മുത്തി നിന്നെ കാട്ടിയപ്പോൾ ഉത്തമനാം നിന്നെ നീചർ പിടിച്ചോ പുത്ര. എത്ര നാളായി നീയവനെ വളർത്തിപ്പാലിച്ചു നീചൻ ശത്രുകൈയിൽ വിറ്റു നിന്നെ കൊടുത്തോ പുത്ര. നീചരിത്ര കാശിനാശ അറിഞ്ഞെങ്കിൽ ഇരന്നിട്ടും കാശു നൽകായിരുന്നയ്യോ ചതിച്ചോ പുത്ര. ചോരനെ പോലെ പിടിച്ചു
അടിച്ചോ പുത്ര. പിന്നെ ഹന്ന തന്റെ മുൻപിൽ വെച്ചു നിന്റെ കവിളിന്മേൽ മുന്നിലേക്കു നീജപാപി അടിച്ചോ പുത്ര. പിന്നെ ന്യായം വിധിപ്പാനായി ചെന്നു കൈ പാടി മുൻപിൽ നിന്ന ചെയ്തു നിന്നെ നീചൻ വിധിച്ചോ പുത്ര. സർവരെയും വിധിക്കുന്ന സർവസൃഷ്ടി സ്ഥിതിനാഥ സർവനീചൻ അവൻ നിന്നെ വിധിച്ചോ പുത്ര. കാരണം കൂടാതെ നിന്നെ കൊല ചെയ്യാൻ വൈരിവൃന്ദം കാര്യക്കാരുടെ പക്കൽ കൊടുത്തോ പുത്ര. പിന്നെ ഹേരോദേസു പക്കൽ നിന്നെയവർ കൊണ്ടു ചെന്നു നിന്ദ ചെയ്തു പരിഹസി ജയച്ചോ പുത്ര. പിന്നെ അധികാരി പക്കൽ പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി നേതൃത്വം നൽകി. രാവിലെ 7:30 പ്രഭാത പ്രാർത്ഥന, 3-ാം മണി പ്രാർത്ഥനയെ തുടർന്ന് യേശുക്രിസ്തുവിനെ കുരിശുതോളിൽ താങ്ങി ക്രൂശിക്കുവാൻ കൊണ്ടുപോയതിനെ അനുസ്മരിച്ച് പള്ളിക്ക് ചുറ്റും 1-ാം പ്രദക്ഷിണവും, തുടർന്ന് 6-ാം മണി പ്രാർത്ഥന, 9-ാം മണി പ്രാർത്ഥന, തുടർന്ന് ഇടവകാംഗമായ പ്രകാശ് പുലിക്കോട്ടിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് വചനം പ്രഘോഷിക്കുകയും സ്ലീബാവന്ദനവിന്റെ ശുശ്രൂഷയും ക്രിസ്തുവിന്റെ ശരീരം കബറക്കുന്നതിനായി യൗസേഫ് കൊണ്ടുപോയതിനനുസ്മരിച്ച് പള്ളിക്ക് ചുറ്റും 2-ാം പ്രദക്ഷിണവും തുടർന്ന് സ്ലീബ ആഘോഷവും കബറടക്കവും നടത്തി. കൈപ്പുനീരും കഞ്ഞി വഴിപാടുമുണ്ടായിരുന്നു. ശുശ്രൂഷകൾക്ക് കൈക്കാരൻ സോജൻ കെ ജെ, സെക്രട്ടറി അരുൺ ടി രാജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ രാവിലെ പീഡാനുഭവ ചരിത്രവായനയും പരിഹാര ശുശ്രൂഷകളും നടന്നു. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കൽ ചടങ്ങും നടന്നു. പീഡാനുഭവ യാത്രയുടെ ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ പി പി ജോസ്, എൻ ജെ ജെമി, എൻ പി സേവി, ലൈജോ ബോണിസ് എന്നിവർ നേതൃത്വം നൽകി. കുന്തമമ്പ് വെടിച്ചെങ്കിൽ
ചിന്തവെന്തു കണ്ണിൽ നിന്നു ചിന്തി വീഴും കണ്ണു. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ തോമസ് ചൂണ്ടൽ കാർമ്മികത്വം വഹിച്ചു. നഗരി കാണിക്കൽ ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ ഗ്രൗണ്ടിലെത്തി സമാപിച്ചു. ക്രമീകരണങ്ങൾക്ക് ഡീക്കൻ ഏക്ടൻ പെല്ലിശ്ശേരി, ഷാജി മണ്ടുമ്പാൽ, എൽവിൻ റോയി, ദാവിദ് ജെയ്സൺ, ക്രിസ്റ്റോ ഡേവിസ്, എബിൻ ജോഷി, അമൽ ബാബു, കൈക്കാരന്മാരായ ടാബു ചെറുവത്തൂർ, ഡിലൻ മുരിങ്ങത്തേരി, റപ്പായി താണിക്കൽ എന്നിവർ നേതൃത്വം നൽകി. കുന്തമമ്പ് വെടിച്ചെങ്കിൽ കൊണ്ടപോലെ മനം വാടി തൻ തിരുക്കാൽ കരങ്ങളും തളർന്നു ചിന്തവെന്തു കണ്ണിൽ നിന്നു ചിന്തി വീഴും കണ്ണുനീരാ എന്തു ചൊല്ലാവതു ദുഃഖം പറഞ്ഞാലൊക്ക അന്തമറ്റ സർവനാഥൻ തൻ തിരുകൽ പനയോർത്തു ചിന്തയൊട്ടം ഉറപ്പിച്ചു തുടങ്ങി ദുഃഖം. എൻ മകനേ നിർമ്മലനേ നന്മയെങ്ങും നിറഞ്ഞോനേ ജന്മദോഷത്തിൻ്റെ ഭാരം ഒഴിച്ചോ പുത്ര. പണ്ടു മുന്നോർ കടം കൊണ്ടു കൂട്ടിയതു വീട്ടുവാനായി ആണ്ടവൻ നീ മകനായി പിറന്നു പുത്ര. ആദമാദി നരവർഗം ഭീതി കൂടാതെ പിഴച്ചു ഹേതുവദീനുത്തരം നീ ചെയ്തിതോ പുത്ര. നന്നു നന്നു നരരക്ഷ നന്ദിയത്രേ ചെയ്തതു നീ ഇന്നിവ ഞാൻ കാണുമാറൂ.
മണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ഉൾക്കനെ ചിന്തിച്ചുകൊള്ളുവാൻ ബുദ്ധിയും എൻ മനോവാക്കിൻ വശം പോൽ പറഞ്ഞാലോ കയുമില്ല അമ്മ കന്നേ തുണയെങ്കിൽ പറയാമൽപ്പം സർവമനുഷ്യർക്കു വന്ന സർവദോഷോ സർവനാഥൻ മിശിഹായും മരിച്ച ശേഷം സർവനന്മ കടലോന്റെ സർവപങ്ക പാടു കണ്ടു. അഞ്ഞൂർ സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ഷോൺസൺ ആക്കാമറ്റത്തിൽ കാർമ്മികത്വം വഹിച്ചു. കുരിശിന്റെ വഴി പ്രദക്ഷിണം പള്ളിയിൽ നിന്നാരംഭിച്ച് നമ്പീശൻപടി താഴ്ശ്ശേരി വഴി പള്ളിയിൽ സമാപിച്ചു. കൈക്കാരന്മാരായ ജോജു, ബൈജു, ജിൻജോ എന്നിവർ നേതൃത്വം നൽകി. അമ്മ കന്നേ തുണയെങ്കിൽ പറയാമൽപ്പം സർവമനുഷ്യർക്കു വന്ന സർവദോഷോ സർവനാഥൻ മിശിഹായും മരിച്ച ശേഷം ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ രാവിലെ 6:30 പീഡാനുഭവ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റി ബാബു ആന്റണി, പി ഐ ലാസർ, ജോഷി മോഹൻ, ജോയ് തോമസ്, മേഴ്സി ജോയ്, എൻ കെ ലോറൻസ്, റിനി തോംസൺ, ഷീജ ജിജോ എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ടു നടന്ന യേശുവിന്റെ തിരുശരീരം വഹിച്ചുകൊണ്ടുള്ള നഗരി കാണിക്കൽ പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ട്രസ്റ്റി ആൻഡോ എൽ പുത്തൂർ, ജിഷോ എസ് പുത്തൂർ, ആൻഡോ നീലങ്കാവിൽ, ജോഷി ചെറുവത്തൂർ, ജോയ് കാക്കശ്ശേരി, ഷാജൻ തരകൻ, ഷെയ്ൻലി എന്നിവർ നേതൃത്വം നൽകി. കാവീട് സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നാരംഭിച്ച പ്രദക്ഷിണം മല്ലാട് സെന്റർ ചുറ്റി തിരിച്ചെത്തി. വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ, ട്രസ്റ്റിമാരായ സി ജി റാഫേൽ,
MC നിതിൻ, സണ്ണി ചിരൻ എന്നിവർ നേതൃത്വം നൽകി. KCYM അംഗങ്ങൾ ഒരുക്കിയ നിശ്ചല ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രദക്ഷിണശേഷം പീഠാനുഭവ സന്ദേശം ബ്രദർ സ്നോബിൻ പുലിക്കോട്ടിൽ നൽകി. തുടർന്ന് CLCയുടെ നേതൃത്വത്തിൽ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയുടെ പ്രദർശനവും നടന്നു. എൻ മകനേ നിർമ്മലനേ നന്മയെങ്ങും നിറഞ്ഞോനേ ജന്മദോഷത്തിൻ്റെ ഭാരം ഒഴിച്ചോ പുത്ര. പണ്ടു മുന്നോർ കടം കൊണ്ടു കൂട്ടിയതു വീട്ടുവാനായി ആണ്ടവൻ നീ മകനായി പിറന്നു പുത്ര. ആദമാദി നരവർഗം ഭീതി കൂടാതെ പിഴച്ചു ഹേതുവദീനുത്തരം നീ ചെയ്തിതോ പുത്ര. നന്നു നന്നു നരരക്ഷ നന്ദിയത്രേ ചെയ്തതു നീ. ഇന്നിവ ഞാൻ കാണുമാറു വിധിച്ചോ പുത്ര. മുന്നമേ ഞാൻ മരിച്ചിട്ടു പിന്നെ നീ ചെയ്തിവയെങ്കിൽ വന്നിതയോ മുന്നമേ നീ മരിച്ചോ പുത്ര. വാർത്ത മുമ്പേ അറിയിച്ചു യാത്ര നീ എന്നോടു ചൊല്ലി ഗാത്രദത്തം മാനുഷർക്ക് കൊടുത്തോ പുത്ര. മാനുഷർക്കു നിൻ പിതാവ്. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ കാർമ്മികനായി. പീഠാനുഭവ വായന, ക്രൂശിതരൂപം ചുംബിക്കൽ, KCYM സംഘടനയുടെ നേതൃത്വത്തിലൊരുക്കിയ കൈപ്പുനീര് രുചിക്കൽ എന്നീ തിരുകർമ്മങ്ങൾ നടന്നു. വൈകിട്ടു നടന്ന നഗരി കാണിക്കൽ ഭക്തി നിർഭരമായി. നൂറുകണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ പങ്കെടുത്തു. കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, ജോൺസൺ C തോമസ് എന്നിവർ നേതൃത്വം നൽകി. ചിന്തവെന്തു കണ്ണിൽ നിന്നു ചിന്തി വീഴും കണ്ണുനീരാൽ
എന്തു ചൊല്ലാവതു ദുഃഖം പറഞ്ഞാലൊക്ക അന്തമറ്റ സർവനാഥൻ തൻ തിരുകൽ പനയോർത്തു ചിന്തയൊട്ടം ഉറപ്പിച്ചു തുടങ്ങി വൈലത്തൂർ സെന്റ് സിറിയക്സ് ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് യേശുവിന്റെ പീഡാനുഭവത്തെ അനുസ്മരിച്ച് കുരിശുകളേന്തി വിലാപയാത്ര നടത്തി. പള്ളിയിൽ നിന്നാരംഭിച്ച് മാളിയേക്കൽപ്പടി കൈരളിപ്പാടം വഴി ദേവാലയത്തിൽ സമാപിച്ചു. ശനിയാഴ്ച രാത്രി 11:30 യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് തിരുകർമ്മങ്ങൾ ആരംഭിക്കും. ഈസ്റ്ററിന്റെ വിശുദ്ധ കുർബാനയോടെ സമാപനം കുറിക്കും. കൈക്കാരന്മാരായ ഡേവിഡ് അന്തിക്കാട്, സണ്ണി പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ചെമ്മണ്ണൂർ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഗ്ലാഡ്വിൻ വട്ടക്കുഴി മുഖ്യ കാർമ്മികനായിരുന്നു. വൈകിട്ട് 5 മണിക്ക് നടന്ന പരിഹാര പ്രദക്ഷിണത്തിന് ബ്രദർ മെൽവിൻ ചൊവ്വലൂർ സന്ദേശം നൽകി. വികാരി ഫാദർ ഗ്ലാഡ്വിൻ വട്ടക്കുഴി, കൈക്കാരന്മാർ ജോസ്മോൻ CL, AM തോമസ് എന്നിവർ നേതൃത്വം നൽകി. നിന്റെ ദേഹമെല്ലാം ചീളുപെട്ടു മുറിഞ്ഞു നീ വലഞ്ഞു പുത്ര ഉള്ളിലുള്ള തലയെല്ലാം മുറിഞ്ഞയോ ഒലിക്കുന്ന ചോര കണ്ടാൽ അലസിയൻ ഉള്ളിലെന്തു പറവോ തലതൊട്ടം അടിയോളം തൊലിയില്ല മുറിവയ്യോ പുലി പോലെ നിന്റെ ദേഹം മുറിച്ചോ നിൻ തിരുമേനിയിൽ ചോര കുടിപ്പാന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv. നമസ്കാരം.